വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 1 18 മുതൽ 24 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുക. അനേകരുടെ പ്രതീക്ഷകളുടെ കാത്തിരിപ്പിൻ്റെ കെടാത്ത ദീപമായിരുന്നു ഇമ്മാനുവേൽ. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എപ്പോഴും മനുഷ്യൻ്റെ കൂടെ ആയിരിക്കാൻ ആഗ്രഹിച്ച ദൈവം. വാഗ്ദാന പേടകത്തിൻ്റെ ആവൃത്തിയിൽ തൻ്റെ പ്രിയപ്പെട്ട ജനത്തോടൊപ്പം സഞ്ചരിച്ച ദൈവം. അങ്ങനെ മലയിലും താഴ്വരയിലും വഞ്ചിപ്പടിയിലും കടലോരത്തും സിനഗോഗിലുമെല്ലാം നിസ്സരുടെയും നിരാലംബരുടെയും മാറ്റി നിർത്തപ്പെട്ടവരുടെയും തോഴനായ ദൈവം ഏറ്റവും ഒടുവിൽ മനുഷ്യനോടുള്ള അടങ്ങാത്ത സ്നേഹമായി എൻ്റെയും നിൻ്റെയും ദേവാലയങ്ങളിലെ സക്രാരികളിൽ നിസ്സാരമായി ഗോതമ്പപ്പത്തിൻ്റെ സാദൃശ്യത്തിൽ സ്വയം ശൂന്യനായി നിനക്കായി കാത്തിരിക്കുന്ന ദൈവം. ആ ദൈവമാണ് ഇമ്മാനുവേൽ, കൂടെ നടന്നവൻ. പ്രതീക്ഷകൾ കൈവിടിയാതെ കാത്തിരിക്കാനും തമ്പുരാനെ ആശ്രയിച്ച് യഥാകാലം അവൻ്റെ തിരുവുള്ളം വെളിപ്പെടുന്നതുവരെ താഴ്മയോടെ നിൽക്കാനും കൂടിയാണ് ഈ മംഗളവാർത്തക്കാലം നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇന്ന് നാം പരിചയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ഗബ്രീനി 1850 ജൂലൈ 15 ദക്ഷിണ ഇറ്റലിയിൽ സാന്റ് ആഞ്ചലോ എന്ന നഗരത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് ജനിച്ചു. ഇവൾ ഗൊഡാഞ്ഞോയിലെ ദൈവപരിപാലന അനാഥശാലയിൽ സേവനമാരംഭിക്കുകയും 1880 സ്ഥലത്തെ ബിഷപ്പിൻ്റെ നിർദ്ദേശപ്രകാരം തിരുഹൃദയത്തിന് മിഷണറിമാർ എന്ന സഭ അവൾ ആരംഭിക്കുകയും ചെയ്തു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.